അല്ല, ഇപ്പോൾ ഓഫീസുമായി ബന്ധപ്പെട്ട് ചില വിവാദങ്ങൾ ഉയർന്നു വന്നു. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ പാർട്ടിയായിട്ടൊക്കെ ആലോചിച്ചപ്പോൾ എല്ലാവരും അത് മാറുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു തീരുമാനം വന്നു. കാരണം വട്ടിയൂർക്കാവിൽ ഒരുപാട് വികസന പരിപാടികൾ നടന്നു ഈ കാലയളവിൽ. അപ്പോൾ ആ വികസനങ്ങൾ മറച്ചുപിടിക്കലാണോ ഈ വിവാദങ്ങളുടെ ഉദ്ദേശം എന്നുള്ള ഒരു ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വിവാദങ്ങൾക്ക് സ്ഥാനമില്ല, ജനങ്ങളുടെ കാര്യം നോക്കലാണ് പ്രധാനമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് പുതിയ ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് തീരുമാനമെടുത്തത്. ശാസ്ത്രമംഗലത്ത് നിന്നും തൊട്ടടുത്ത് തന്നെയുള്ള മരുതൻകുടി ജംഗ്ഷനിലാണ് എംഎൽഎയുടെ ഓഫീസിന് ഇന്നു മുതൽ പ്രവർത്തിക്കുക. അപ്പോൾ ഇവിടെ ആളുകൾക്ക് വരാനുള്ള സൗകര്യമുണ്ട്. വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് ഏതാണ്ട് 26 കോർപ്പറേഷൻ വാർഡുകൾ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഈ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന ഒരു സൗകര്യമുള്ള ഒരു സ്ഥലത്താണ് ഓഫീസ് പ്രവർത്തിക്കുക. രാവിലെ 10 മണി മുതൽ രാത്രി 9-9:30 മണി വരെ ഈ ഓഫീസ് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ എല്ലാ ജനങ്ങൾക്കും പ്രയോജനപ്പെടുന്ന നിലയിലാണ് ഈ ഓഫീസ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. വിവാദങ്ങളല്ല, വികസനമാണ് കാര്യം എന്നുള്ളത് ഞങ്ങൾ ഒരിക്കൽ കൂടി അടിവരയിടുകയാണ്. വട്ടിയൂർക്കാവിൽ മുടങ്ങിപ്പോയ എല്ലാ വികസന പദ്ധതികളും നടപ്പാക്കുന്ന ഒരു കാലഘട്ടത്തിൽ പോലും ഇവിടെ മറ്റു ചില കുപ്രചരണങ്ങൾ കൊണ്ടുവന്ന് അപവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ചില ആളുകൾ ബോധപൂർവ്വം നടത്തിയത്. അതും കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതിന്റെ ആവശ്യമില്ല, നമുക്കത് മാറിപ്പോകുന്നതായിരിക്കും നല്ലത് എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇതിനോടകം ഫോണിലും മറ്റുമൊക്കെ വിളിച്ചുകൊണ്ട് പല ആളുകളും നല്ല തീരുമാനമെന്ന് പറയുകയുണ്ടായി. അപ്പൊ അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഓഫീസ് മാറ്റാനുള്ള തീരുമാനം ഞങ്ങൾ എടുത്തത്. അതെ, തീർച്ചയായിട്ടും ഇപ്പൊ കുറച്ചുകൂടി ഇപ്പൊ 3 മുറി നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും. അപ്പൊ അവിടെ എംഎൽഎയുടെ പിഎയും മറ്റ് ജീവനക്കാർക്കും ഒക്കെ പ്രവർത്തിക്കാനുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉൾപ്പെടെ വിവിധ ഫോറങ്ങളും മറ്റുമൊക്കെ കഴിഞ്ഞ 7 വർഷമായിട്ട് ഈ ഓഫീസ് മുഖാന്തരമാണ് ഞങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചുകൂടി സൗകര്യം ജനങ്ങൾക്ക് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1538 കോടി രൂപയാണ് ഈ LDF ഗവൺമെന്റ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം വികസന പരിപാടികൾക്ക് വേണ്ടി ചെലവിട്ടത്. അപ്പൊ ഇത് ജനങ്ങളുടെ മനസ്സിൽ നിന്നും മായ്ക്കാനുള്ള ഒരു പരിശ്രമമാണ് ഈ വിവാദങ്ങളുടെ പിന്നിലുള്ളത് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം. അപ്പൊ അതിന്റെ ആവശ്യമില്ല. മുടങ്ങിക്കിടന്ന വട്ടിയൂർക്കാവ് ജംഗ്ഷൻ വികസനവും പേർക്കട വികസനം അടക്കം സാധ്യതമാകുന്ന ഒരു കാലഘട്ടമാണ്. പൈപ്പ് ലൈൻ റോഡ് ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള മരാമത്ത് വർക്കുകൾ, മണ്ഡലത്തിലെ BMBC റോഡുകൾ 90% BMBCയിലേക്ക് മാറുകയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഇനി അതിന്റെ എല്ലാം കേന്ദ്രം ഈ ഓഫീസായിരിക്കും. മീറ്റിംഗുകൾ കൂടാനുള്ള സൗകര്യം ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ കുറച്ചുകൂടി ജനോപകാരപ്രദമായി ഈ ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരിശ്രമിക്കും. അല്ല, അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. 7 വർഷം MLA അവിടെ വളരെ കൃത്യമായി രാഷ്ട്രീയ വിവാദങ്ങളോ ആക്ഷേപങ്ങളോ ഉണ്ടാക്കാതെ അവിടെ പ്രവർത്തിച്ചു. അപ്പോൾ ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയവരും അതിന് കൂട്ടുനിന്നവരും ആലോചിക്കട്ടെ ഏതായിരുന്നു ശരി എന്നുള്ളത്.